ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ SSLC റിസൾട്ട് വന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ഓറിയൻറ്റഡ് ആയ പ്രോസസ്സുകളാണ്. സോ അലോട്ട്മെൻറ്റ് ഓറിയൻറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി തുടങ്ങുക. സോ മക്കളെ, നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന മെയ് 14 മുതൽ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിച്ച് തുടങ്ങാം. മെയ് 20 അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അപേക്ഷിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സപ്പോസ് ബയോളജി സയൻസ് എടുക്കാനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു 10 സ്കൂളുകളൊന്ന് ചാർട്ട് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും പോയി വരാൻ സൗകര്യവും ഏറ്റവും നല്ല ക്ലാസ്സുകളുമുള്ള ഒരു 10 സ്കൂളുകളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ ഓർഡറിൽ കൃത്യമായി തന്നെ നിങ്ങൾ ആ 10 സ്കൂളുകളിലും ബയോളജി സയൻസ് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. അല്ലാതെ ഞാൻ ബയോളജി സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, വെറുതെ ആ സ്കൂളിൽ ഒരു കൊമേഴ്സോ ഒരു ഹ്യൂമാനിറ്റീസോ ഒരു കമ്പ്യൂട്ടർ സയൻസോ കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും തെറ്റായ തീരുമാനമായിരിക്കും അത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രിഫർ ചെയ്യുകയാണെങ്കിൽ, അതുമാത്രം എല്ലാ സ്കൂളുകളിലും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ എല്ലാ സ്കൂളുകളിലും കൊടുക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്? ഇനി ആദ്യം നിങ്ങളെ കാത്തിരിപ്പുള്ളത് ട്രയൽ അലോട്ട്മെൻ്റ് ആണ്. ഈ വരുന്ന മെയ് 24 ട്രയൽ അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. സോ ട്രയൽ അലോട്ട്മെൻറ്റിൽ മെജോറിറ്റി കുട്ടികൾക്കും സ്കൂളുകൾ പെർമിറ്റ് ചെയ്യപ്പെടും. സപ്പോസ് ചിലർക്ക് മാത്രം സ്കൂളുകൾ ലഭിക്കണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ടെൻഷൻ അടിക്കേണ്ട. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് സ്കൂളുകളുടെ പ്രിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തത്, ഈ വരുന്ന ജൂൺ 2 ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ജൂൺ 2 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം ജൂൺ 18 ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നത്. ജൂൺ 18 മുതൽ ഇത്തവണ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അഥവാ ഇത്തവണ സാധാരണ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനേക്കാളും കുറച്ച് ദിവസം മുൻപാണ് +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സോ അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും കൃത്യമായ ഓണപരീക്ഷയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഒട്ടും തന്നെ +1 പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ ആരും ലേറ്റ് ആക്കരുത്. പലരും ഇപ്പോൾ ഒന്ന് റിസൾട്ട് വന്നല്ലേ ഉള്ളൂ, പതിയെ +1 പഠിച്ചു തുടങ്ങാം, സ്കൂൾ തുറക്കാൻ ഇനിയും കുറേ നാളുകളുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയല്ല മക്കളെ, ഇനി അധിക നാൾ നമ്മുടെ മുന്നിലില്ല. ജൂൺ 18 എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഈ പറയുന്ന ഡേറ്റുകളൊക്കെ എത്തിത്തീരും. സോ ഉടനെ തന്നെ നിങ്ങൾ +1 പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ സയൻസ് ആണെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. +1 സയൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 21 അഗ്നി ബാച്ചിനകത്ത് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. സോ ആ കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി +1 എങ്ങനെ പഠിച്ചു തുടങ്ങാം? +1 സയൻസ് എടുത്തത് ഏറ്റവും അടിപൊളി തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നവർ പോലും എങ്ങനെയാണ് +1 ക്രാക്ക് ചെയ്യുക? ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? എപ്പോഴാണ് പഠിക്കേണ്ടത് എന്ന പല കൺഫ്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലകത്തുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 14 രാത്രി കൃത്യം 7 മണിക്ക് +1 എങ്ങനെ പഠിച്ചു തുടങ്ങാമെന്നുള്ള കിടിലൻ ലൈവുമായിട്ട്, ഒരു അടിപൊളി ലോഞ്ചുമായിട്ട് നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് എല്ലാവരും നമ്മുടെ സ്വന്തം ലൈവിൽ ഉണ്ടായിരിക്കും. ലൈവ് നടക്കാൻ പോകുന്ന +1 യൂട്യൂബ് ചാനലിലാണ്. കാരണം നിങ്ങളെല്ലാവരും +1 വിദ്യാർത്ഥികളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി SSLC ചാനലിൽ +1 ലൈവുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി സൈലം +1 എന്ന് പറയുന്ന ചാനലിലായിരിക്കും എല്ലാ ലൈവുകളും ബ്രിഡ്ജ് കോഴ്സുകളും നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ലൈവുകളെല്ലാം +1 ചാനലിലാണ്. സോ ഗംഭീരമായിട്ട് നമുക്ക് +1 പഠിച്ചു തുടങ്ങാം. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഡേറ്റുകൾ ഒന്നും തന്നെ മറന്നു പോകരുത്. കൃത്യമായി തന്നെ അലോട്ട്മെൻറ്റ് എല്ലാവരും പ്ലേസ് ചെയ്യുക. ഗംഭീരമായി തന്നെ പഠിക്കുക. സൈലം കൂടെയുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് കാണാം.